ബീൻസും കൊത്തമരയും ക്യാരറ്റും കൊണ്ട് ഒരു തോരനാണ്. അതിനായിട്ട് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ട്. അത് നമുക്ക് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കാം. ചെറുതാക്കി നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാം. നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ബീൻസും ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇളക്കി കൊടുക്കുക. അടുപ്പത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൽ കടുക് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. 2 ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കുക. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെക്കണം. 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക. ഒരു 2 ചുള വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുത് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലി ഇട്ടിട്ടുണ്ട്. എരിവ് വേണ്ടവർക്ക്, എരിവ് ആവശ്യമില്ലാത്തവർക്ക് അത് ഇടണ്ട. ഈ വേവിച്ച് വെച്ച ബീൻസും ക്യാരറ്റും നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒരു അരമുറി തേങ്ങ ചിരകിയതും ഇതിലിട്ട് കൊടുത്ത് തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് പാകത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കണം. കുറവുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മളെ
ബീൻസ് തോരന്, ക്യാരറ്റ് ബീൻസ് തോരന് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ക്യാരറ്റ് ബീൻസ് തോരൻ റെഡി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.